ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ടു മൈ ചാനൽ. കുറേ നാളായി അപ്ലോഡ് ചെയ്തിട്ട്. ഞാനിവിടെ കുറച്ച് പനിയൊക്കെ ആയിരുന്നു. ഇത് ഭയങ്കര ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. പിന്നെ വീഡിയോയ്ക്ക് മുന്നേ നിങ്ങളൊരു 18 വയസ്സിന് മേലെയുള്ള ആളാണെങ്കിൽ മാത്രം കാണുക. കുട്ടികളാരും ഈ വീഡിയോ കാണല്ലേ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജും പിന്നെ പറയാൻ പോകുന്ന കണ്ടൻറ്റും കുറച്ച് മെച്യൂർഡ് ഓഡിയൻസിനെ മനസ്സിലാകത്തുള്ളൂ, കണക്റ്റ് ആകത്തുള്ളൂ ബേസിക്കലി. ഇപ്പോൾ തുടങ്ങാം. ഞാനിവിടെ പയ്യൊരു സ്റ്റിക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കണ്ട സിനിമ ലഹൈൻ. അതൊരു ഫ്രഞ്ച് മൂവിയാണ്. നിങ്ങളൊരു 20-21 വയസ്സൊക്കെ ആകുമ്പോൾ കാണുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് പോയി കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അത്രയ്ക്ക് കണക്റ്റ് ആകണമെങ്കിൽ അങ്ങനത്തെ ഒരു പടമാണ് ഇത്. ഈ സിനിമയുടെ അർത്ഥം തന്നെ നോക്കുകയാണെങ്കിൽ ഇത് റിലീസായേക്കണം 1995. അത്യാവശ്യം പഴയ മൂവിയാണ്. ഞാൻ ആദ്യം ഈ മൂവി കാണുന്നത് ഒരു റീലിൽ ഒരു ഷോട്ട് കണ്ടിട്ടാണ്. അതായത് ഇപ്പം പൃഥ്വിരാജിൻ്റെ ഒക്കെ പടത്തിൽ കാണാം. അതായത് ഒരു എഡിറ്റിംഗ് ട്രിക്കില്ലേ, ബാക്കിലുള്ള വ്യൂ സൂം ആകണേ, ഇതൊക്കെ ഇതിനകത്താണ്, ഈ സിനിമയ്ക്കകത്താണ് ആദ്യം കാണുന്നത്. ഭയങ്കര പണ്ടത്തായിരുന്നു. ആദ്യം കണ്ടപ്പോൾ ഈ വർഷം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു മടുപ്പൊക്കെ അടിച്ചു. പക്ഷേ ഇത് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഒരു 20-21 വയസ്സിൽ മുകളിലാണെങ്കിൽ നിങ്ങൾ. ഈ സിനിമയുടെ പേര് വരുന്നത് തന്നെ ലഹൈൻ. ഇതൊരു ഫ്രഞ്ച് മൂവിയാണ്. ഈ ലഹൈൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദ ഹെയ്റ്റ്. ഈ മൂവിയിൽ ബേസിക്കലി ഒരു കഥ എന്നൊക്കെ പറയണത് ഒരു ഡെലിങ്ക്വൻസ് എന്ന് പറഞ്ഞാൽ ജുവലയിൽ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അധികം പൈസയൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ജയിലിലോ അല്ലെങ്കിൽ ക്രൈമോ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ 3 ചെറുപ്പക്കാരുടെ കഥയാണ് ഇത് വരുന്നത്. ഇതിൽ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ഷോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കപ്പം ചിലപ്പോൾ എനിക്ക് മനസ്സിലാകും. ഓഡിയോ യൂസ് ചെയ്യണില്ല, കോപ്പിറൈറ്റിനുള്ള സാധ്യതയുള്ള കാരണം. ഈ സീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ സീൻ റീലിലൊക്കെ അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുള്ളൊരു സീനായിരിക്കും സജഷനിലൊക്കെ. ഇത് ഒരു പിള്ളേരുടെ ഒരു 2 ദിവസം കൊണ്ട് നടക്കണ ഈ മൂവിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതാണ്. ഒരു കൈദിയൊക്കെ പോലെ ഉള്ളൊരു ഇതാണ്. വളരെ ഷോർട്ട് ടൈം പീരീഡിലാണ് ഈ സിനിമയുടെ കഥ ഫുള്ള് നടക്കണത്. സിനിമ മൊത്തമുള്ള എത്രയാ 1.5 മണിക്കൂറേ ഉള്ളൂ പടം. അതിൽ കുറേ ഫേമസ് സീൻസ് കാര്യങ്ങളും ഈ കുറേ റെഫറൻസസും ഉണ്ട്. അതായത് നമ്മളിപ്പം മാർട്ടിൻ സ്കോർസേസിയുടെ, എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ഷമിക്കുക, പ്രൊനൗൺസ് ചെയ്ത രീതി ക്ഷമിക്കുക. മാർട്ടിൻ സ്കോർസേസിയുടെ ടാക്സി ഡ്രൈവർ എന്ന സിനിമയിൽ ദ വേൾഡ് ഈസ് യുവേഴ്സ് എന്ന് പറയുന്ന സീനും അതൊക്കെ ഇതിനകത്ത് കുറേ റെഫറൻസ് ചെയ്യുന്നുണ്ട്. ഈ ടൈം പീരീഡിൽ ഇത് ബേസിക്കലി ക്രൈം, 3 പിള്ളേർ. അതിൽ കഥ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ ഒരു തോക്ക്, ഒരു പോലീസുകാരനെ ഇത് കളഞ്ഞു പോയൊരു തോക്ക് കിട്ടുന്നു. അതിലെ ബേസ് ചെയ്ത് അതിൽ അവരുടെ ഇടയിൽ 2 കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളും, പിന്നെ ഫ്രാൻസിലെ ഈ നേരത്ത് ഇവർക്കെതിരെ സംഭവിക്കുന്ന ഒരു പോലീസ് ബ്രൂട്ടാലിറ്റി, റേസിസം എല്ലാമാണ് ഈ സിനിമയിൽ മെയിനായിട്ട് പറയണത്. അങ്ങനെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിൽ ആണ് നമുക്ക് സിനിമയൊക്കെ ഒന്ന് കത്തണം. നമുക്ക് ആദ്യം ചിലർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ആദ്യം ഈ സിനിമ കാണുമ്പം ഇതെന്ത് പടമാണ്, എന്താണ് ഇങ്ങനെ പോണേ, അങ്ങനെയൊക്കെ നമുക്ക് ആദ്യം തോന്നും. ഈ ഷോട്ടൊക്കെ സിനിമയിൽ അത്യാവശ്യം റീലിലൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വന്ന് കാണുമായിരിക്കും. ഇതൊക്കെ ഈ സിനിമ നമ്മൾ കാണുമ്പം കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ വെച്ച് തോന്നും ഇതൊക്കെ ഈ ടൈമിൽ എടുത്തു വെച്ചതിനെ സമ്മതിക്കണം, അങ്ങനെയൊക്കെ തോന്നും. ഇതിനകത്ത് ഉള്ള കാസ്റ്റിങ്ങും അവരുടെ ആക്ടിങ്ങും എല്ലാം ഒരു രക്ഷയില്ല. നിങ്ങളെന്തായാലും കാണുക. ഞാൻ കൂടുതൽ പറയണില്ല. ഇതൊരു ഇനിയും പറയാനായിട്ടാണെങ്കിൽ ഒരു പെർഫെക്റ്റ് മൂവി എന്ന് പറയാം.
ഒരു മെസ്സേജും ഇത് എല്ലാവർക്കും ഈ നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ ആണ്. എല്ലാവർക്കും ഈ പടത്തിൽ പറയണ മെസ്സേജ് കണക്റ്റ് ആണെന്നില്ല. പിന്നെ നിങ്ങൾ കാണുവാണെങ്കിൽ സബ് ടൈറ്റിലിട്ട് കാണുക. ഫ്രഞ്ച് മൂവിയാണ്, സബ് ടൈറ്റിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സബ് ടൈറ്റിൽ ലാഗ് വരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. എനിക്ക് കുറേ കഷ്ടപ്പെട്ടു ഈ മൂവി ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണാനായിട്ട്. കാരണം ഇന്ത്യയിലുള്ള OTT പ്ലാറ്റ്ഫോമിലൊന്നും ഞാൻ നോക്കിയിട്ട് അവൈലബിൾ അല്ലായിരുന്നു. എന്തായാലും നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ വല്ലതും പറയുക.